ഒരു 3 സവാള, ഒരു തക്കാളി, 3 പച്ചമുളക്, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, 4 മുട്ട. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കേസിന് വേണ്ടി കുറച്ച് കാശ് പിടിച്ചു. ചിത്രമല്ലേ കുറച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ഇനി അവള് തിരിച്ചിറങ്ങിയാലേ ഈ പോയ വളരെ തിരിച്ചു പിടിക്കാൻ പറ്റും. അതിനോട് പഴയവരെ പറഞ്ഞിട്ട് കുറച്ചാളായി. ഇനി പണ്ടാരായിട്ട് പറഞ്ഞു പോരാ. അവിടെ ഇവിടെ പടവട്ട് തന്നെ നടക്കും. അക്കൗണ്ടിൽ കാശില്ല. മനസ്സ് വളർത്തില്ല. ആ നിമിഷം തന്നെ ചാടി നടന്ന ചിറ്റപ്പന്റെ വീട് പണിക്കുള്ള മുഴുവൻ കാശ് കർമ്മകോളത്തിൽ കൊടുക്കാനുള്ള വിഷ്ണുവിന്റെ ഒരു ഫോട്ടോ കൂടി വാങ്ങി കയ്യിൽ വെച്ചു. പിന്നെ കണ്ണനീരിൽ കൊണ്ടുള്ള കുർബാനകൾക്ക് കൂടി വെക്കുമ്പോ ശാരദയുടെ പേര് എടുത്തു തന്നെ അയക്കാം. അവരുടെ ബോഡി പിടിച്ച് ഇടിച്ച് നിലവിളിച്ച് കരയാൻ അവൾ മാത്രമേ കാണൂ. അവൾ വന്ന് നമ്മളെ ഓടി കാണിക്കും. മടുക്കൽ വന്നുപോയതിനു ശേഷം വെള്ളം മാറ്റി കഴിഞ്ഞു. വളരെ ഉണ്ടായിരുന്ന ദിവസം ഇതേ പെൺകുടി തല്ലിക്കൊള്ളി. അപ്പൊ നമ്മളടുത്ത പണി ഇഷ്ടായില്ലേ? എന്നാലും വല്ലാത്തൊരു മാറ്റമുണ്ട്. വല്ല അച്ചമട്ടത്തിന് പോയി ചെയ്യുന്നു. കാര്യം പറയുമ്പോഴേ നീ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നെനിക്കറിയാം. ഞാൻ കാണിക്കുന്നതൊക്കെ ഒരു ഡ്രാമയാണെന്നുള്ള ചിന്ത നിന്റെ മനസ്സിലാവും. ഞാൻ ഇതെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ ജോലിയോട് കാണിക്കുന്നു. എല്ലാം ഭംഗിയാണ്. നിന്നോട് പറയാൻ സുഖമാണെന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് നല്ലൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യൻ. ഹരിയാണ് പേര്. അയാളുടെ വീട്ടിൽ ഭക്ഷണത്തിലേക്ക് വിളിച്ചു. എനിക്കിവിടെ കഴിച്ചു. കുറെ കാലത്തിന് ശേഷം ഇന്ന് മനസ്സിലാക്കിയ ആളാ. അയാൾ ഒരു കുഞ്ഞെ വെച്ച് മാത്രമേ ഉള്ളൂ. പിന്നൊരു അമ്മാവനുണ്ട്. പിന്നെ ഒരു അയൽക്കാരിയുണ്ട്. അയാൾക്ക് അവരെ തീരെ ഇഷ്ടമായി. ഒരു ശരീരക്കരയാണൊക്കെ പറയും. കുറച്ചു നേരം കൂടെ നമ്മൾ ജോലിയുടെ സ്ഥലത്ത് സംസാരിച്ച് നോക്കുന്നു. തയ്യാറാണെങ്കിൽ മനസ്സിലായി. ചോദിക്കണ്ടേ? അതിനു മുമ്പ് വിനോദിന് ഇഷ്ടമാണോ? വിനോദിന്റെ ഫാൻ